വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മെറ്റനോയ മിനിസ്ട്രീസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഖവരിയായിട്ട് 2 കൊരിന്ത്യൻസിനെ കുറിച്ച് പറഞ്ഞു. അത് എഴുതാനുള്ള പശ്ചാത്തലം, അതാരുടെ കൊടുത്തുവിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലുള്ള കണ്ടൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലേഖനം നൽകുന്ന ചില സംഭാവനകൾ നമ്മൾ അറിയാതെ പോകരുത് എന്ന് വിചാരിക്കുന്നു. കാരണം ചില ഡോക്ടറൽ ആസ്പെക്ട്സ്, ചില ഡോക്ടറലായിട്ടുള്ള കാര്യങ്ങൾ ഈ ലേഖനം നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്നതിനും പഠിക്കുന്നതിനുമൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. ഒന്ന്, ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ വിശ്വസ്തനാണ്. അത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ ഉടമ്പടി മൂലം വ്യക്തമാക്കി. ഈ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇനിയും പഠിക്കും. 2-3 ഉടമ്പടി ബൈബിളിലുണ്ട്. ആ ഉടമ്പടികളെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പഠിക്കും. ഈ ലേഖനം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കും. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ ഏത് രീതിയിൽ നിറവേറ്റി, അതിലെത്ര വിശ്വസ്തനായിരുന്നു എന്ന്. 1 കൊരിന്ത്യരിൽ തന്നെ അത് തുടങ്ങുന്നുണ്ട്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാവം അവിടെ നിന്ന് വന്ന് 2-ാം അധ്യായം ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇതിനകത്ത് 3-ാം അധ്യായത്തിൽ 1:18 ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ദൈവം ക്രിസ്തുവിനുള്ളവരെ വിടുവിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുവാൻ ശക്തനാണ്. ഇന്ന് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിടുതൽ എന്ന് പറയുന്നത്, അല്ലേ? ഇന്ന് പൈശാചിക ശക്തികൾ ധാരാളമായിട്ട് ഈ ലോകത്തിൽ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിടുതലും ആശ്വാസവും ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യമായിരിക്കും. അതിന് ഏറ്റവും ശക്തനാണ് ക്രിസ്തു എന്ന് ഇത് തെളിയിക്കുന്ന ഒരു കാര്യം. ഇതൊരു വലിയ ഡോക്ടറാണ് ഇത് തെളിയിക്കുന്നത്. ഒരുപാട് റെഫറൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. 2ാമത് ഇതിൽ കാണുന്നൊരു കാര്യം, ക്രിസ്തു ദൈവപുത്രനാണ്, പ്രീ എക്സിസ്റ്റൻ്റ് സൺ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ മലയാളത്തിൽ പൂർവാസ്തിക്യമുള്ള എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റൻ്റ്, ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന ദൈവപുത്രൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് പറയുന്നുണ്ട് 4:4 ദൈവപ്രതിമയാണ്, അവൻ കർത്താവാണ്. 4:5 പറയുന്നുണ്ട് എല്ലാവരുടെയും ന്യായാധിപതിയാണ്. എന്ത് ക്ലിയറായിട്ടാണ് പറയുന്നത്, ന്യായം വിധിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. 5:10 2 കൊരിന്ത്യർ 5:10 അത് പറയുന്നു. പാപരഹിതനായ നമ്മുടെ പകരക്കാരനാണ് ക്രിസ്തു. അവൻ മൂലം നമുക്ക് നിരപ്പ് ലഭിച്ചു. 5:14 തൊട്ട് അങ്ങോട്ട് പറയാണ് ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി. ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഏറ്റവും മഹത്തായ പ്രസ്താവന ഈ ലേഖനത്തിലാണുള്ളത്. 5:21 ഈ ലേഖനത്തിലാണ് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഏറ്റവും മഹത്തായ പ്രസ്താവന. അവൻ മൂലം നമുക്ക് നിരപ്പ് ലഭിക്കുന്നു. നമ്മളെ നിരപ്പ് ലഭിക്കുക മാത്രമല്ല, നമ്മളെ ശുശ്രൂഷകന്മാരും നിരപ്പിൻ്റെ ശുശ്രൂഷകന്മാരാക്കി മാറ്റുന്ന ദൈവം. അവൻ്റെ ക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം, അവൻ്റെ മനുഷ്യത്വവും, അവൻ്റെ പാപം ഇല്ലാത്ത അവസ്ഥയും, എന്നാൽ പാപം ചെയ്യാമായിരുന്നു, പാപം ചെയ്തില്ല, പാപമില്ലാത്ത അവസ്ഥ, ക്രിസ്തുവിൻ്റെ മരണം, ഇതിനെക്കുറിച്ച് ക്ലിയറായിട്ട് പറയുന്ന ഡോക്ട്രിൻസ് ഇന്ന് നമുക്ക് ക്രിസ്തീയ ഗോളത്തിൽ ഈ ലേഖനത്തിൻ്റെ സംഭാവനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ മാഹാത്മ്യം. 3-ാം അധ്യായം തൊട്ട് അത് തുടർമാനമായിട്ട് കാണുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ മാഹാത്മ്യം എന്താണെന്നുള്ളത് പഠിക്കും. അതുപോലെ 4-ാമത്തെ കാര്യം, ദൈവവചനം ഒരുത്തനും കൂട്ടുവാനും കുറയ്ക്കുവാനും പാടില്ലാത്തതാണ് ഇത് എന്ന നിശ്ചിത ഉള്ളടക്കം ഉൾക്കൊള്ളുന്നതാണ്. എന്ന് വെച്ചാൽ ദൈവവചനം പൂർണ്ണമാണ്, ഇനി അതിനകത്ത് കൂട്ടുവാനൊന്നുമില്ല, അതിൽ നിന്ന് കുറയ്ക്കുവാനുമില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്നത് ദുരുപദേശകന്മാരെന്നാണ്. ഏത് മത്സരിയെയും ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെടുവാൻ വചനത്തിന് ശക്തിയുണ്ട് എന്ന് ഇതിൽ കാണും. 5ാമത് കാണുന്നത്, പൗലോസ് ജാതികൾക്കായിട്ടുള്ള ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് തനിക്ക് ആ മഹാനിയോഗം ലഭിച്ചത്. യേശുക്രിസ്തു പൗലോസിനെ ശൗലായിരിക്കുമ്പോൾ വിളിച്ച കാര്യം നമുക്കറിയാം. ദമാസ്കസിലേക്ക് പോകുമ്പോഴേ അവനെ വിളിച്ച് നേരിട്ട് കാണാനായിട്ടുള്ള അവസരം കിട്ടിയത് നമുക്കറിയാം. അതുകൊണ്ട് തൻ്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിരോധമാണ് ഈ ലേഖനം. അവൻ അപ്പോസ്തലൻ. ഇനി അപ്പോസ്തലൻ എന്നൊക്കെ പറയുന്നത് സർവ്വവ്യാപിയായിട്ട് സാധാരണയായിട്ട് കാണുന്നതാണല്ലോ. അതുകൊണ്ട് അതിന് വലിയൊരു പ്രസക്തിയില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ ആരാണെന്ന്
ക്ലിയറായിട്ട് പറയുന്ന ഭാഗം ഇതിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്? ആറാമത്തത് പറയുന്ന ഒരു കാര്യം ക്രിസ്തീയ ദാനം ചെയ്യലിനെ കുറിച്ചാണ്. നമുക്ക് ക്രിസ്ത്യൻ ഗിവിങ് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ആർട്ടിക്കിൾ ഇതിനകത്ത് 8-ാം അധ്യായവും 9-ാം അധ്യായത്തിലും പറയുന്നു. ഏത് രീതിയിലാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്? അതിന് പ്രചോദനം ക്രിസ്തുവിൻ്റെ സ്വയം ദാനമാണ്. അതെല്ലാം ക്ലിയറായിട്ട് ഇതിൽ വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് ഈ 2 കൊരിന്ത്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിത് പഠിക്കുമ്പോഴേ ഈ ആശയങ്ങൾ ഇന്ന് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തില്ലേ, ഈ 5-6 ആശയങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഡിസ്കസ് ചെയ്യുന്ന ആശയങ്ങൾ കൂടി നമുക്ക് വലിയൊരു ഒരു വിടുതൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു ശക്തനാക്കുന്നത്, നമ്മളെ വിടുവിക്കുന്നത്, നമുക്ക് ആശ്വാസം തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മഹത്വം തരുന്നത്, ദൈവത്തിൻ്റെ മഹാത്മ്യം തരുന്നത്, അവൻ്റെ ഗ്ലോറി തരുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഉയർത്തുന്നതിൻ്റെ ശക്തി, ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് പ്രവഹിക്കാനായിട്ട് ഇത് കാരണമായി തീരും. നിങ്ങൾ എന്നോട് ഒപ്പം ഉണ്ടാവുമല്ലോ. തീർച്ചയായും തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യുക. ഇത് കണ്ടുകൊണ്ടിരുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ഇത് തുടർമാനമായി കാണുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വിവിധമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇതെല്ലാം കർത്താവിൻ്റെ വചനപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കപ്പെടുകയും നിറവേറ്റുകയും ചെയ്യുന്നു എന്ന് ഓർത്ത് ഞങ്ങളതിനെ സ്തുതിക്കുന്നു. നിൻ്റെ വചനത്തിൽ ഇതിനെല്ലാം ഉത്തരങ്ങളുണ്ട്. അത് ഓർത്ത് ഞങ്ങളതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പോഴേ ഏതെങ്കിലുമൊക്കെ രോഗത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ അവരെന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നീ അവർക്ക് വലിയ വിടുതൽ കൊടുക്കുന്ന ഓർത്ത് സ്തോത്രം. ഏത് രോഗമായാലും നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ക്യാൻസറുകളൊക്കെ ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നിൽക്കുന്ന നിപ്പിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ക്യാൻസറാണ്. പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കരം നീട്ടി ഈ സ്ക്രീനിലോട്ട് നീട്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, നീ ശക്തീകരിക്കണം. ഞങ്ങൾക്ക് ബലമില്ല. ഞങ്ങൾക്ക് കർത്താവെ ജീവിക്കാനായിട്ടുള്ള വക, കൃപ, ആരോഗ്യം നീ തരണം. ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ കൈ ഒന്ന് നീട്ടി ആ ഡിവൈസിലോട്ട് നീട്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും ദൈവം നിങ്ങൾക്ക് വിടുതലേരെയും സഹായിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കും. ഗ്ലോറി ക്ലൗഡിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നവർ സ്തോത്രം, നടത്തുന്നവർ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തുടർമാനമായി ഇത് വാച്ച് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്തത് നല്ലതായിരിക്കും. ഏതെങ്കിലും നിങ്ങൾ ഇതിനോട് യോജിക്കാൻ വയ്യാത്തതും നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ബോക്സിലിട്ടാൽ നല്ലതായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.